പ്രിയപ്പെട്ട കുട്ടികളെ, ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന ചാപ്റ്ററിൻ്റെ അടുത്ത ഭാഗത്തേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണുവാനായിട്ട് പോകുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്താണ്, അതിൻ്റെ പ്രത്യേകതകളെ കുറിച്ചാണ് നമ്മൾ കാണാനായിട്ട് പോവുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലാക്കിയുണ്ടായി. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയിൽ ഉള്ള ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ, അതായത് ടെസ്റ്റ് ചാർജിനെ, അവിടെ നിന്നും ഒരു ഇലക്ട്രിക് ഫീൽഡിലെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി വരുന്ന വർക്കിനെയാണ് ആ ഇലക്ട്രിക് ഫീൽഡിലെ ആ പോയിന്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തത്. അതുപോലെ തന്നെ ഇൻഫിനിറ്റിയിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു ചാർജിനെ, ഉദാഹരണത്തിന് Q കൂളംബ് ചാർജ് ഇൻഫിനിറ്റിയിൽ കിടക്കുകയാണെന്ന് വിചാരിക്കുക. ആ ചാർജിനെ നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡിലേക്ക് കൊണ്ടുവരിക. Q കൂളംബ് ചാർജിനെ ഒരു ഇലക്ട്രിക് ഫീൽഡിലെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി വരുന്ന വർക്കിനെയാണ് ആ ഫീൽഡിലെ ആ പോയിന്റിലെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ പോയിന്റ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ വർക്ക് ഡൺ ഇൻ മൂവിംഗ് ആൻ ഇലക്ട്രിക് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരുന്നു. ഇവിടെ അതിന് പകരം Q കൂളംബ് ചാർജിനെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിന് വേണ്ടി വരുന്ന വർക്ക് എന്ന് പറയുന്നത് W എന്ന് പറയുന്നതാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഇപ്പോൾ W വിൽ ബി ഈക്വൽ ടു Q ഇൻറ്റു V. ഇപ്പോൾ V എന്ന് പറയുന്നത് ആ സ്ഥലത്തെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലാണ്. അപ്പോൾ അതായത് Qവിൻ്റെ വാല്യൂ നമ്മൾ 1 കൊടുത്തു കഴിഞ്ഞാൽ W എന്ന് പറയുന്നത് V തന്നെയായിട്ട് വരും. നമ്മൾ യൂണിറ്റ് ചാർജിന്റെ സ്ഥാനത്ത് Q കൂളംബ് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് Q ഇൻറ്റു V ആയിരിക്കും. വേർ V ഈസ് ദ പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിന്റ്. അതായത് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തെ ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ നമ്മൾ കൊണ്ടുവരുന്ന ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായിരിക്കും ആ സ്ഥലത്തെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ അത് വർക്ക് ഡൺ തന്നെയാണ്. ഇപ്പോൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാലും അത് വർക്ക് ഡൺ തന്നെയാണ്. അപ്പം ഏതെങ്കിലും ഒരു മാസിനെ h ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വരുന്ന വർക്ക് mgh ആണെന്ന് നമുക്കറിയാം. അത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്നാണ് അതിന് പറയുന്നത്. അതുപോലെ തന്നെ Q കൂളംബ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്നും ഇലക്ട്രിക് ഫീൽഡിലെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി വരുന്ന വർക്കാണ് ആ സ്ഥലത്തെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി is the work done in moving a charge Q from infinity to a point in the field against electric force is called electrostatic potential energy. ഇപ്പോൾ W is equal to Q into V നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു തന്നെയാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് അതിൻ്റെ ഇക്വേഷൻ Q into V ആണ്. അടുത്തതായിട്ട് നമ്മൾ കാണാനായിട്ട് പോകുന്നത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് two charges. Electrostatic potential energy of a system of two charges. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് Q1 Q2 എന്ന് പറയുന്ന രണ്ട് ചാർജസ്. ഇപ്പോൾ Q1 എന്ന് പറയുന്ന ചാർജ് A എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിരിക്കുന്നു. ഇപ്പോൾ A എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ R1 ആണ്. O എന്ന് പറയുന്ന ഒറിജിൻ വാക്ക് ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ R1 എന്ന് പറയുന്നതിന്റെ പൊസിഷൻ വെക്ടർ ആണ്. B എന്ന് പറയുന്ന പോയിന്റിൽ രണ്ടാമത്തെ ചാർജ് Q2 വെച്ചിരിക്കുന്നു. അപ്പോൾ അതിന്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് R2 ആണ്. അപ്പോൾ A B എന്ന് പറയുന്ന രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അതിന്റെ വെക്ടർ എന്ന് പറഞ്ഞാൽ R2 മൈനസ് R1 എന്നുള്ളത് നമുക്ക് പൊസിഷൻ വെക്ടറിന്റെ രൂപത്തിൽ ആ ഡിസ്റ്റൻസ് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ R12 എന്ന് വേണമെങ്കിൽ വിളിക്കാം. R12 എന്ന് പറഞ്ഞാൽ A B എന്ന് പറഞ്ഞിരിക്കുന്ന രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ട് ചാർജസ് തമ്മിലുള്ള അകലമാണ് R12 എന്ന് പറയുന്നത്. പൊസിഷൻ വെക്ടർ ഉപയോഗിച്ച് എഴുതുവാണെങ്കിൽ വെക്ടർ R2 മൈനസ് വെക്ടർ R1 എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഈ അറേഞ്ച്മെന്റിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്, അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/4πε0 Q1 Q2 ഡിവൈഡ് ബൈ വെക്ടർ R2 മൈനസ് വെക്ടർ R1 എന്ന് നമുക്ക് പൊസിഷൻ വെക്ടറിന്റെ രൂപത്തിൽ എഴുതാം. ഇനി അത് അല്ല എങ്കിൽ 1/4πε0 Q1 Q2 ബൈ R12 എന്നും നമുക്ക് എഴുതാം. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ചാർജസും
ഇൻഫിനിറ്റ് സെപ്പറേഷനിൽ കിടക്കുകയാണ്. Q1 Q2 എന്ന് പറയുന്ന രണ്ട് ചാർജസ് ഇൻഫിനിറ്റ് അകലെ കിടക്കുന്നു. അപ്പൊ അങ്ങനെ ഇൻഫിനിറ്റ് അകലെ കിടക്കുന്ന ഈ രണ്ട് ചാർജസിനെയും മൂവ് ചെയ്യിച്ച് AB എന്ന് പറഞ്ഞിരിക്കുന്ന ആ പ്രസ്തുത പൊസിഷനിൽ, അതായത് R12 എന്ന് പറയുന്ന അകലത്തിൽ കൊണ്ടുവെക്കുന്നതിന് എന്തുമാത്രം വർക്ക് ചെയ്യണമോ ആ വർക്കിനെയാണ് ആ ഓറിയന്റേഷന്റെ, അല്ലെങ്കിൽ ഈ രണ്ട് ചാർജസ് ഒരു നിശ്ചിത ദൂരത്തിലിരിക്കുമ്പോൾ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നതിന്റെ ഇക്വേഷനാണ് 1/4πε0 Q1 Q2 R12. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കൂളംസ് ഫോഴ്സിന്റെ ഇക്വേഷനുമായിട്ടൊരു സാമ്യമുണ്ട്. പക്ഷേ 1/4πε0 Q1 Q2 R² എന്നുള്ളതാണ് കൂളംസ് ഫോഴ്സ്. ഇവിടെ 1/4πε0 Q1 Q2 R എന്നേ ഉള്ളൂ. അതായത് Q1 Q2 എന്ന് പറയുന്ന രണ്ട് ചാർജസ് R അകലെയാണ് ഇരിക്കുന്നതെങ്കിൽ ആ അറേഞ്ച്മെന്റിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നതിന്റെ ഇക്വേഷനാണ് 1/4πε0 Q1 Q2 R എന്ന് പറയുന്നത്. R എന്ന് പറഞ്ഞാൽ ആ രണ്ട് ചാർജസ് തമ്മിലുള്ള അകലമാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് 3 ചാർജസ്. ഇപ്പോൾ ഇവിടെ 3 ചാർജസ് എടുക്കുന്നു. 2 ചാർജിന് പകരമായിട്ട് 3 ചാർജസിനെ നമ്മൾ എടുക്കുന്നു. അപ്പൊ ആ 3 ചാർജസിനെയും ഒരു ട്രയാങ്കിളിന്റെ 3 കോർണേഴ്സിൽ വെച്ചിരിക്കുന്നു. ABC എന്ന് പറഞ്ഞിരിക്കുന്ന 3 പോയിന്റിൽ നമ്മൾ 3 ചാർജസിനെ Q1 Q2 Q3 എന്ന് പറയുന്ന ആ 3 ചാർജസിനെ നമ്മൾ വെച്ചിരിക്കുന്നു. അപ്പൊ എയുടെയും ബിയുടെയും സിയുടെയും പൊസിഷൻ വെക്ടേഴ്സ് യഥാക്രമം R1 R2 R3 എന്നിവ ഭേദമാണ്. അപ്പോൾ ഈ അറേഞ്ച്മെന്റിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ അത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ പെയറുകളായിട്ട് എടുക്കണം. എയിലും ബിയിലും ഇരിക്കുന്ന രണ്ട് ചാർജസ് Q1 Q2, ആ രണ്ട് ചാർജസിനെ ആ ഒരു നിശ്ചിത അകലത്തിൽ കൊണ്ടുവെക്കണം. അപ്പോൾ അകലം എന്ന് പറയുന്നത് AB എന്ന് പറഞ്ഞിരിക്കുന്ന രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള അകലം R2 - R1 പൊസിഷൻ വെക്ടറായിട്ട് നമുക്ക് അതേ രീതിയിൽ എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു ഓറിയന്റേഷനിൽ രണ്ട് ചാർജസിനെ കൊണ്ട് വെക്കണമെങ്കിൽ, ഇൻഫിനിറ്റ് സെപ്പറേഷനിൽ കിടക്കുന്ന രണ്ട് ചാർജസിനെ നമ്മൾ കൊണ്ട് അറേഞ്ച് ചെയ്ത് വെക്കണമെങ്കിൽ അതിന് വേണ്ടി വരുന്ന വർക്ക് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ കണ്ട ഇക്വേഷൻ അനുസരിച്ച് 1/4πε0 Q1 Q2 R2 - R1 എന്ന് എഴുതാം. R2 - R1 എന്ന് പറയുന്നത് AB എന്ന് പറഞ്ഞിരിക്കുന്ന ആ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പൊ അത് കണ്ടുപിടിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ അടുത്ത പെയർ എടുക്കണം. BC എന്ന് പറയുന്ന രണ്ട് പോയിന്റുകളിൽ ഇരിക്കുന്ന രണ്ട് ചാർജസ്, അതായത് Q2 Q3 എന്ന് പറയുന്ന രണ്ട് ചാർജസ്, ആ ചാർജസ് ഒരു നിശ്ചിത അകലത്തിലിരിക്കുന്നു. അപ്പൊ അവ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് R3 - R2 എന്ന് പറയുന്നതാണ് BC എന്ന് പറയുന്ന ലെങ്ത്. അപ്പൊ ആ ഒരു ലെങ്തിലേക്ക് ആ രണ്ട് ചാർജസിനെ, ഇൻഫിനിറ്റ് സെപ്പറേഷനിൽ കിടക്കുന്ന Q1 Q3 എന്ന് പറയുന്ന രണ്ട് ചാർജസിനെ കൊണ്ടുവെക്കാൻ വർക്ക് ചെയ്യണം. അപ്പൊ ആ വർക്ക് എന്ന് പറയുന്നതാണ് 1/4πε0 Q1 Q3 R3 - R1 എന്ന് പറയുന്നത്. അതുപോലെ മൂന്നാമത്തെ ഒരു പേരും കൂടെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. AC എന്ന് പറയുന്ന രണ്ട് പോയിന്റുകളിൽ ഇരിക്കുന്ന ചാർജസ് Q1 Q3 എന്ന് പറയുന്ന ആ പെയർ ഓഫ് ചാർജ്, ആ പെയർ ഓഫ് ചാർജസിനെ R3 - R1 എന്ന് പറയുന്ന ആ ഒരു അകലത്തിൽ കൊണ്ടുവെക്കുന്നതിന് വർക്ക് ചെയ്യണം. അപ്പൊ ആ ചെയ്യുന്ന വർക്കാണ് ആ ജോഡിയുടെ അല്ലെങ്കിൽ ആ ഒരു പെയറിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അത് 1/4πε0 Q1 Q3 തമ്മിലുള്ള അകലം, അതായത് R3 - R1 എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഈ 3 പെയേഴ്സ് ആയിട്ട് നമ്മൾ എടുക്കുന്നു. ആ 3 പെയേഴ്സ് അതിന്റെ ഓറിയന്റേഷനിൽ കൊണ്ടുവെക്കുന്നതിന് വേണ്ടി വരുന്ന വർക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ വർക്കുകളെല്ലാം കൂടെ ആഡ് ചെയ്താൽ U എന്ന് പറയുന്നത് ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കിട്ടും. ആ സിസ്റ്റത്തിന്റെ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി, അതായത് 1/4πε0 into Q1 Q2 R12 plus Q1 Q3 R13 plus Q2 Q3 R32 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇതായിരിക്കും ആ സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഇതേപോലെ N ചാർജസ് ചേർന്നിട്ടുള്ള ഒരു സിസ്റ്റം ആണെങ്കിൽ അതിന്റെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അതായത് 1/2 into 1/4πε0 sigma I is equal to 1 to N, sigma J is equal to 1 to N, I is not equal to J, QI QJ divided by RJ minus RI എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ അതായിരിക്കും പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് N ചാർജസ്. അപ്പോൾ ഏത് ചാർജസിന്റെ സിസ്റ്റം ആണെങ്കിലും ആ ചാർജസിനെ അതാതിന്റെ ഓറിയന്റേഷനിൽ കൊണ്ടുവെക്കുന്നതിന് വേണ്ടി വരുന്ന വർക്കിനെയാണ് നമ്മൾ ആ അറേഞ്ച്മെന്റിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഈ പൊട്ടൻഷ്യൽ എനർജി ഇൻ ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്, ഇപ്പൊ നമ്മൾ പറഞ്ഞത് 2 ചാർജിന്റെ 3 ചാർജിന്റെ N ചാർജസിന്റെ ഒക്കെ കേസിൽ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫീൽഡിലൊന്നും അല്ല, വെറുതെ
നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് 2 ചാർജസിനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നതിന് വേണ്ടി വരുന്ന വർക്കാണ് നമ്മൾ കണ്ടുപിടിച്ചത്, പൊട്ടൻഷ്യൽ എനർജിയാണ് കണ്ടുപിടിക്കുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഇങ്ങനെ കൊണ്ടുവെക്കുന്ന ചാർജസിനെ വേറൊരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുക. അപ്പോൾ അങ്ങനെ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എങ്ങനെയാവുന്നതാണ് നോക്കുക. ഇപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിംഗിൾ ചാർജ്, ഇപ്പൊ നമ്മൾ കണ്ടതാണ്, ഒറ്റ ചാർജ് Q കൂളംബ് ചാർജിനെ ഒരു ഇലക്ട്രിക് ഫീൽഡിലെ V പൊട്ടൻഷ്യൽ ഉള്ള സ്ഥലത്ത് നമ്മൾ കൊണ്ടുവെക്കുകയാണെന്നുണ്ടെങ്കിൽ VR എന്ന് പറഞ്ഞിരിക്കുന്ന ചാർജിൽ നിന്നുള്ള അകലമാണ് R ആയിട്ട് നമ്മൾ വേരിയബിൾ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി വരുന്ന പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് Q × VR ആയിരിക്കും. അപ്പോൾ R എന്ന് പറഞ്ഞാൽ പൊസിഷൻ വെക്ടർ ആണ്, VR എന്ന് പറയുന്നത് എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ അറ്റ് ദാറ്റ് പോയിന്റ്. വേറൊരു ഇലക്ട്രിക് ഫീൽഡിൽ ആണ് ആ പോയിന്റ് ഇരിക്കുക. അപ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡിന്റെ പൊട്ടൻഷ്യലാണ് VR എന്ന് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ ഈ 2 ചാർജസിനെ, ഇപ്പൊ Q1 Q2 എന്ന് പറയുന്ന 2 ചാർജസിനെ വേറൊരു എക്സ്റ്റേണൽ ഫീൽഡിൽ കൊണ്ടുവെക്കുക. അപ്പൊ അങ്ങനെ എക്സ്റ്റേണൽ ഫീൽഡിൽ കൊണ്ടുവെക്കണമെങ്കിൽ ഇപ്പൊ Q1നെ നമ്മളൊരു എക്സ്റ്റേണൽ ഫീൽഡിലേക്ക് കൊണ്ടുവെക്കുക. അപ്പൊ അവിടുത്തെ പൊട്ടൻഷ്യൽ VR1 എന്ന് പറയുന്നതാണ് ആ പോയിന്റിലെ പൊട്ടൻഷ്യൽ എങ്കിൽ അതിനുവേണ്ടി Q1നെ ആ സ്ഥലത്ത് കൊണ്ടുവെക്കാൻ വേണ്ടി വരുന്ന വർക്ക് എന്ന് പറയുന്നത് Q1 × VR1 ആണ്. അതുപോലെ Q2 എന്ന് പറയുന്ന ചാർജിനെ മറ്റൊരു പൊസിഷനിൽ കൊണ്ടുവെക്കുക, അതായത് R2 എന്ന് പറയുന്ന അകലത്തിൽ കൊണ്ടുവെക്കുക. മീൻസ് R2 എന്ന് പറയുന്നത് പൊസിഷൻ വെക്ടറാണത്. അപ്പോൾ അതിന് വേണ്ടി വരുന്ന വർക്ക് എന്ന് പറയുന്നത് Q2 × VR2. VR2 എന്ന് പറഞ്ഞാൽ Q2 ഇരിക്കുന്ന സ്ഥലത്തെ ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ്. VR1 എന്ന് പറയുന്നത് Q1 ചാർജ് നമ്മൾ കൊണ്ടുവച്ച സ്ഥലത്തെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലാണ്. അപ്പോൾ ഈ 2 ചാർജസ്, ഓരോ ചാർജ് മാത്രം ഉണ്ടായിരുന്നെങ്കിൽ ആ ചാർജസിനെ അതാത് പൊസിഷനിൽ കൊണ്ടുവെക്കാൻ വേണ്ടി വന്ന വർക്കാണ് Q1 × VR1 എന്ന് പറയുന്നത്. ഫസ്റ്റ് Q1 ചാർജിനെ കൊണ്ടുവരാനായിട്ട് വേണ്ടി വന്ന വർക്ക്. അതുപോലെ Q2 × VR2 എന്ന് പറയുന്നത് രണ്ടാമത്തെ ചാർജിനെ R2 പൊസിഷൻ വെക്ടറുള്ള സ്ഥലത്ത് കൊണ്ടുവെക്കാൻ വേണ്ടി വന്ന വർക്ക്. ഈ 2 ചാർജസും Q1 Q2 ഒരു നിശ്ചിത അകലത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ 2 ചാർജസിനെ അതാതിന്റെ ഓറിയന്റേഷനിൽ കൊണ്ടുവെക്കാൻ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരു വർക്ക് വേണ്ടി വരും. അപ്പോൾ ആ വർക്ക് എന്ന് പറയുന്നത് 1/4πε0 Q1 Q2 R12 ആണ്. അപ്പോൾ ആ 2 ചാർജസ് തമ്മിലുള്ള അകലം R12 ആണെന്ന് കരുതുക. അപ്പോൾ ആ 2 ചാർജസിനെ ആ R12 എന്ന് പറയുന്ന അകലത്തിൽ കൊണ്ടുവെക്കാൻ വേണ്ടി വരുന്ന വർക്ക് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് Q1 Q2 / 4πε0 R12 ആണ്. അപ്പോൾ അങ്ങനെ 3 തരത്തിലുള്ള വർക്കുകൾ അവിടെ വേണ്ടി വരുന്നു. ആ 3 വർക്കും കൂടെ കൂട്ടുമ്പോഴായിരിക്കും നമുക്ക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിസ്റ്റം ഓഫ് 2 ചാർജസ് ഇൻ ആൻ എക്സ്റ്റേണൽ ഫീൽഡ് കിട്ടുക. എക്സ്റ്റേണൽ ഫീൽഡ് അവിടെ ഇല്ലെങ്കിൽ ആ ലാസ്റ്റ് ടേം മാത്രമേ കാണുള്ളൂ. അതായത് ഫീൽഡ് ഇല്ലെങ്കിൽ ആദ്യത്തെ ടേം, അതായത് 2 സ്ഥലത്തും പൊട്ടൻഷ്യൽസ് ഇല്ല, VR1 ഇല്ല, VR2 0 ആയിട്ട് പോകുന്നു. ഇപ്പോൾ വേറൊരു എക്സ്റ്റേണൽ ഫീൽഡിൽ ഈ പറഞ്ഞ 2 ചാർജസിനെ കൊണ്ട് വെക്കുമ്പോഴാണ് 3 ടേമുകൾ അവിടെ വരിക. അതായത് 3 വർക്കുകൾ ചെയ്യേണ്ടതായിട്ട് വരും. ആദ്യത്തെ ചാർജിനെ VR1 പൊട്ടൻഷ്യലുള്ള സ്ഥലത്ത് കൊണ്ടുവെക്കണം, അതിന് വേണ്ടി വരുന്ന വർക്ക്. അതുപോലെ രണ്ടാമത്തെ ചാർജിനെ VR2 പൊട്ടൻഷ്യലുള്ള സ്ഥലത്ത് കൊണ്ടുവെക്കുന്നതിന് വേണ്ടി വരുന്ന വർക്ക്. അതുപോലെ ഈ 2 ചാർജസിനെ R12 അകലത്തിലാണ് ഇരിക്കുന്നത്. ആ ഒരു ഓറിയന്റേഷനിൽ 2 ചാർജസിനെ കൊണ്ടുവെക്കുന്നതിന് വേണ്ടി വരുന്ന വർക്ക് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ 1/4πε0 Q1 Q2 R12 എന്ന് പറയുന്ന വർക്ക്. ആ 3 വർക്ക് കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി കിട്ടും ഇൻ ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്ന ബിഹേവിയർ ഓഫ് കണ്ടക്ടേഴ്സ് ഇൻ ആൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ടർ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇൻ ദ ഇന്റീരിയർ ഓഫ് എ കണ്ടക്ടർ ഈസ് 0. നമ്മൾ നേരത്തെ കണ്ടതാണ്. ഒരു കണ്ടക്ടറിലോട്ട് നമ്മൾ ചാർജ് കൊടുത്താൽ ചാർജ് എന്ന് പറയുന്നത് അതിന്റെ സർഫസിലാണ് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതിന്റെ ഉള്ളിൽ ചാർജ് കാണത്തില്ല എന്ന് പറയുന്നതിന് കാരണം. അപ്പൊ അതിനകത്ത് ഇലക്ട്രിക് ഫീൽഡും ഇല്ല. ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറയുന്ന ഫിനോമിനൻ നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഒരു കണ്ടക്ടറിനുള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് പ്രവേശിക്കത്തില്ല. അപ്പോൾ അതിന് കാരണം എന്ന് പറയുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കുക. ഇപ്പോൾ ഇവിടെ നമ്മളൊരു യൂണിഫോം ഫീൽഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇപ്പോൾ യൂണിഫോം ഫീൽഡ് ഉണ്ടാക്കണമെങ്കിൽ 2 പാരലൽ പ്ലേറ്റ്സ്, അതിൽ ഒരു പ്ലേറ്റിന് പോസിറ്റീവ് ചാർജും മറ്റേ പ്ലേറ്റിന് നെഗറ്റീവ് ചാർജും കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ അത് എക്സ്റ്റേണൽ ഫീൽഡാണ്. ഈ O എന്ന് പറയുന്ന ഔട്ടർ ഫീൽഡ്, അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് വലത്തേക്കായിരിക്കും. ഒരു ഔട്ടർ ഫീൽഡ് അല്ലെങ്കിൽ അപ്ലൈഡ് ഫീൽഡ്. ആ ഫീൽഡിൽ ഒരു കണ്ടക്ടർ വെച്ചിരിക്കുന്നു. അപ്പോൾ ആ കണ്ടക്ടർ വെച്ച് കഴിഞ്ഞാൽ ആ കണ്ടക്ടറിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ആ ഫ്രീ ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജ് ആണ്. നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് പ്ലേറ്റിന് സമീപത്തേക്ക് ആകർഷിക്കപ്പെടും. അതുപോലെ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് പ്ലേറ്റിന്റെ സമയത്തേക്കും. പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജിന്റെ കുറവാണ്. ഇലക്ട്രോൺസ് ഇടത്തേക്ക് വശത്തേക്ക് ഡ്രിഫ്റ്റ് ചെയ്തതിന്റെ ഫലമായിട്ട് ഇലക്ട്രോൺസിന്റെ ഒരു കുറവ് വലത് സൈഡ് വന്നതുകൊണ്ടാണ് വലത് സൈഡ് പോസിറ്റീവ് ചാർജ് ഉണ്ടാകുന്നത്.
അതായത് ചാർജിങ് ബൈ ഇൻഡക്ഷൻ, അവിടെ ചാർജ് അതിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു, ആ പറഞ്ഞ കണ്ടക്ടറിൽ ചാർജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അതിനകത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, അത് ടുവേർഡ്സ് ലെഫ്റ്റ് ആണ്. ഈ കണ്ടക്ടറിനുള്ളിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ടുവേർഡ്സ് ലെഫ്റ്റ് ആണ്, അപ്ലൈഡ് ഫീൽഡിന് ഓപ്പോസിറ്റ് ആണ്. അതുപോലെ തന്നെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് അപ്ലൈഡ് ഫീൽഡിന് തുല്യമാണ്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടാണ് അതിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അതല്ലെങ്കിൽ പോളറൈസ്ഡ് ഫീൽഡ് നമ്മൾ വിളിക്കും. ഇ പി എന്ന് പറഞ്ഞാൽ അത് കണ്ടക്ടറിനുള്ളിൽ പോളറൈസേഷൻ മൂലം ഉണ്ടായിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡാണ്. ഇപ്പോൾ പോളറൈസ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജ് സെന്റേഴ്സും ഡിസ്പ്ലേസ് ചെയ്യപ്പെടുമ്പോഴാണ് അതൊരു ഡൈപോളായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ അതിലൊരു ഫീൽഡ് അതിൽ ഇൻഡ്യൂസ് ചെയ്ത്. അപ്പോൾ ആ ഇൻഡ്യൂസ് ചെയ്ത ഫീൽഡിന്റെ സ്ട്രെങ്ത് ആണ് ഇ പി എന്ന് പറഞ്ഞിരിക്കുക, അതായത് പോളറൈസ്ഡ് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഒരു കണ്ടക്ടർ ആകുമ്പോൾ ഈ കണ്ടക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പോളറൈസ്ഡ് ഫീൽഡിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫീൽഡിന്റെ സ്ട്രെങ്തിന് തുല്യമായിരിക്കും. When a conductor is placed in an external electrostatic field, the charges drift towards the positive plate, leaving the positive core behind. At an equilibrium, the electric field due to the polarization becomes equal to the applied field. So the electrostatic field inside the conductor is zero. But total electric field inside the conductor ആണ് സീറോ. കാരണം എന്ന് പറയുന്നത് ഇ ഒ എന്ന് പറയുന്നത് വലത്തേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത ഫീൽഡും ഈ പി എന്ന് പറയുന്ന പോളറൈസ്ഡ് ഫീൽഡ്, അതിനുള്ളിൽ ഉണ്ടായ പോളറൈസേഷൻ മൂലം ഉണ്ടായ ഫീൽഡിന്റെയും സ്ട്രെങ്ത് തുല്യവും വിപരീതമായത് കൊണ്ടാണ് ആ കണ്ടക്ടറിനകത്ത് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് സീറോ ആയിട്ട് വരിക. ഇതൊരു ഡയലക്ട്രിക് ആണെങ്കിൽ ഇതിനുള്ളിൽ ആ ഫീൽഡ് കാണും. കാരണം ഡയലക്ട്രിക്കിനകത്ത് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ഫീൽഡിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അപ്ലൈഡ് ഫീൽഡിന്റെ അത്രയും കാണത്തില്ല. ഇൻസുലേറ്ററിന് അപ്ലൈഡ് ഫീൽഡിന്റെ സ്ട്രെങ്തിനേക്കാൾ കുറച്ച് ഫീൽഡേ അതിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടത്തുള്ളൂ. അതിപ്പോൾ അതുകൊണ്ട് ഇൻസുലേറ്ററിനെ സംബന്ധിച്ചിടത്തോളം ആ ഇൻസുലേറ്ററിനുള്ളിൽ ഒരു ഫീൽഡ്, നെറ്റ് ഫീൽഡ് കാണും. എന്നാൽ കണ്ടക്ടർ ആണെങ്കിൽ അപ്ലൈഡ് ഫീൽഡും പോളറൈസേഷൻ മൂലം ഉണ്ടായ ഫീൽഡും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്ത് പോകുന്നു എന്ന് ചുരുക്കം. അപ്പോൾ ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് net electric field intensity in the interior of a conductor is zero. അപ്പോൾ കണ്ടക്ടറിനുള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല എന്നുള്ളതാണ്. അതുപോലെ രണ്ടാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ജസ്റ്റ് ഔട്ട്സൈഡ് ദ ചാർജ്ഡ് കണ്ടക്ടർ ഈസ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ഓഫ് ദ കണ്ടക്ടർ. അപ്പോൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കി തന്നെയാണ്, ഒരു കണ്ടക്ടറിൽ നിന്നും ഇലക്ട്രിക് ഫ്ലക്സ് ലൈൻസ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ആ കണ്ടക്ടറിന്റെ സർഫസിന് നോർമൽ ആയിട്ട് തന്നെയാണ്. ഇപ്പം ഈ ഫിഗർ നോക്കുക. ഈ ഫിഗറിൽ ഇതൊരു കണ്ടക്ടർ ആണെങ്കിൽ ഇപ്പം ആ കണ്ടക്ടറിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഈ എന്ന് കാണിച്ചിരിക്കുന്ന ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിൽ, ഈ കാണിച്ചിരിക്കുന്ന ഡയറക്ഷനിൽ അതിനൊരു കമ്പോണന്റ് കാണും. ആ കമ്പോണന്റ് എന്ന് പറയുന്നത് അതായത് ഈ ഒരു ആംഗിൾ ചെരിഞ്ഞിട്ടാണ്, സർഫസിന് നോർമൽ അല്ലാതെ, ഈ പറഞ്ഞ എൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ നോർമൽ അല്ലാതെ ആയിട്ടാണ് പോകുന്നതെങ്കിൽ ഈ ഒരു ഡയറക്ഷനിൽ, അതായത് ഈ സർഫസിന് ടാൻജന്റ് ആയിട്ടൊരു കമ്പോണന്റ്, ഈ കോസ് തീറ്റ എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് വരും. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ അല്ലാതെ വേറൊരു ആംഗിൾ തീറ്റ ചെരിഞ്ഞിട്ടാണ് പോകുന്നതെങ്കിൽ, സപ്പോസ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ആക്ടിങ് അറ്റ് ആൻ ആംഗിൾ അതർ ദാൻ 90 ഡിഗ്രി, then there will be a component ഈ cos theta acting along the tangent at the point to the surface which will tend to accelerate the charge along the surface leading to a surface current. അപ്പോൾ ഈ cos theta എന്ന് പറയുന്ന ആ ഡയറക്ഷനിൽ ഒരു ആക്സലറേഷൻ, ചാർജിന് ഒരു ആക്സലറേഷൻ ഉണ്ടാവും. ബട്ട് ദർ ഈസ് നോ സർഫസ് കറണ്ട് ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഇപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിനകത്ത് സർഫസ് കറണ്ട് ഇല്ലാത്തതിനാൽ ആ ഒരു ഡയറക്ഷനിൽ കമ്പോണന്റ് ഉണ്ടാകാൻ പാടില്ല. കമ്പോണന്റ് ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഈ പറഞ്ഞ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. അതായത് തീറ്റ എന്ന് പറയുന്നത് 90 ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കോസ് കമ്പോണന്റ് കോസ് 90 എന്ന് പറയുന്നത് 0 ആവുകയും ചെയ്യും. അടുത്തത് നെറ്റ് ചാർജ് ഇൻ ദ ഇന്റീരിയർ ഓഫ് എ കണ്ടക്ടർ ഈസ് 0. നമ്മൾ കണ്ടതാണ്, ഒരു കണ്ടക്ടറിനുള്ളിൽ ചാർജ് ഇല്ല. അപ്പോൾ അതിന് കാരണം എന്ന് പറയുന്നത് ഗോസസ് തിയറം അനുസരിച്ചിട്ട് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ് സർഫസ് ഇൻ ഫ്രീ സ്പേസ് എന്ന് പറയുന്നത് Q/ε0 ആണ്. അപ്പോൾ ചാർജസ് ആർ ടെമ്പറലി സെപ്പറേറ്റഡ്. ദ ടോട്ടൽ ഇലക്ട്രിക് ചാർജ് ഓഫ് ദ സിസ്റ്റം ഈസ് 0.
അപ്പൊ ഇതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 0. സിൻസ് E 0, the interior of the conductor, therefore Q will be 0. നമ്മൾ ഇപ്പോൾ ഓൾറെഡി നമ്മൾ കഴിഞ്ഞത് തന്നെയാണ്. ഇതിനുള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. ഇലക്ട്രിക് ഫീൽഡ് ഇല്ല, അതായത് ഈ ഇക്വേഷനകത്ത് ഇയുടെ വാല്യൂ 0 ആണെങ്കിൽ Q 0 ആയേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ ചാർജ് കാണത്തില്ല. ചാർജ് എന്ന് പറയുന്നത് അതിന്റെ സർഫസിൽ മാത്രമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ചാർജ് ഓൾവേസ് റിസൈഡ്സ് ഓൺ ദ സർഫസ് ഓഫ് എ കണ്ടക്ടർ. Suppose a conductor is given some excess charge Q. എക്സസ് ആയിട്ടുള്ള ചാർജ് അതിനുള്ളിലേക്ക് കൊടുത്താൽ, ഇപ്പൊ നമ്മളൊരു ഗോഷൻ സർഫസ് അതിനുള്ളിൽ ഇമാജിൻ ചെയ്യുക. കൺസ്ട്രക്ട് എ ഗോഷൻ സർഫസ് ജസ്റ്റ് ഇൻസൈഡ് ദ കണ്ടക്ടർ. സിൻസ് E is 0, the interior of the conductor, therefore Q will be 0 inside the conductor. അതിനുള്ളിൽ ചാർജ് കാണാൻ പാടില്ല. ചാർജ് എന്ന് പറയുന്നത് സർഫസിലേക്ക് പോകണം. അതുകൊണ്ട് അതിനുള്ളിൽ ചാർജ് എക്സിസ്റ്റ് ചെയ്തില്ല. അഞ്ചാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് കോൺസ്റ്റന്റ് ഫോർ എൻറ്റയർ കണ്ടക്ടർ. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് കോൺസ്റ്റന്റ് ഫോർ എൻറ്റയർ കണ്ടക്ടർ. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇപ്പൊ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഈ കണ്ടക്ടറിനുള്ളിൽ 0 ആണ്. ഇലക്ട്രിക് ഫീൽഡ്, അതായത് ഈ ക്യാപിറ്റൽ E എന്ന് പറയുന്നത് 0 ആണ്. അതുകൊണ്ട് ഇപ്പൊ അവിടുത്തെ പൊട്ടൻഷ്യൽ 0 ആകണം എന്നില്ല. കാരണം ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇൻഫിനിറ്റിയിൽ നിന്നും ഒരു യൂണിറ്റ് ടെസ്റ്റ് ചാർജിനെ നമ്മൾ എവിടെയാണോ കൊണ്ടുവരേണ്ടത് അവിടം വരെ കൊണ്ടുവരുന്നതിന് വേണ്ടി വരുന്ന വർക്കാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇൻഫിനിറ്റി കിടക്കുന്ന യൂണിറ്റ് ടെസ്റ്റ് ചാർജിനെ ഈ മെറ്റലിന്റെ സർഫസ് വരെ കൊണ്ടുവരാൻ വർക്ക് ചെയ്താൽ മതി. ആ ചാർജിനെ നമ്മൾ അതിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ വർക്ക് 0 ആണ്. കാരണം വർക്ക് എന്ന് പറയുന്നത് F ഡോട്ട് S ആണ്. ഫോഴ്സ് ഇല്ല. കാരണം ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇല്ലെങ്കിൽ അവിടെ ഫോഴ്സ് അനുഭവപ്പെടുന്നില്ല. ഫോഴ്സ് അനുഭവപ്പെടുന്നില്ലെങ്കിൽ വർക്ക് 0 ആയിരിക്കും എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതിനുള്ളിലെ പൊട്ടൻഷ്യൽ 0 ആണ് എന്നല്ല. പ്രത്യേകിച്ച് മനസ്സിലാക്കണം, അതിനുള്ളിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി 0 ആണ്. പക്ഷേ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സർഫസിലെ പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും. വർക്ക് എന്ന് പറയുന്നത് സർഫസ് വരെ ചെയ്ത യൂണിറ്റ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്നും ഈ മെറ്റാലിക് സർഫസ് വരെ കൊണ്ടുവരുന്നതിന് വർക്ക് ചെയ്താൽ മതി. അതിനുശേഷം അതിനുള്ളിലേക്ക് കടത്തിയാൽ പിന്നീട് വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. അപ്പോൾ വർക്ക് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സർഫസ് വരെ കൊണ്ടുവരാൻ ചെയ്ത വർക്ക് അവിടെ ഉണ്ട്. ആ വർക്ക് തന്നെയാണ് പിന്നെ ഇതിനകത്തെ എല്ലാ സ്ഥലത്തെയും പൊട്ടൻഷ്യലായിട്ട് വരിക. അതായത് ഈ ഒരു കണ്ടക്ടർ നമ്മൾ എടുത്താൽ കണ്ടക്ടറിന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ തന്നെയാണ് അതിനുള്ളിലുള്ള എല്ലാ പോയിന്റിലെയും പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതായത് ഇക്വി പൊട്ടൻഷ്യൽ ആണ്. അതിനകത്ത് കണ്ടക്ടർ ആണെങ്കിൽ, ആ മെറ്റാലിക് കണ്ടക്ടർ ആണെങ്കിൽ കണ്ടക്ടറിന്റെ സർഫസിലും ഉള്ളിലും എല്ലാം ഒരേ തരത്തിലുള്ള സെയിം പൊട്ടൻഷ്യൽ ആയിരിക്കും ഉള്ളത്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. സർഫസിലെ പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും. അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. പക്ഷേ അതിനുള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് അല്ലെങ്കിൽ ക്യാപിറ്റൽ E എന്ന് പറയുന്നത് 0 ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ ജസ്റ്റ് ആ ഗ്രാഫ്, അതായത് പൊട്ടൻഷ്യലും ഇലക്ട്രിക് ഫീൽഡും വേരി ചെയ്യുന്ന ഗ്രാഫ് ഒരു ഷെല്ലാണെന്ന് വിചാരിക്കുക. ആ ഷെല്ലിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും അതുപോലെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലും വേരി ചെയ്യുന്ന ഗ്രാഫ് രണ്ടും അവിടെ കമ്പാരിസന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പം മുകളിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട ഗ്രാഫ് തന്നെയാണ്. ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് ക്യാപിറ്റൽ E വേരി ചെയ്യുന്നതാണ്. ക്യാപിറ്റൽ E എന്ന് പറയുന്നത് അതിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് സർഫസിലായിരിക്കും. ഇപ്പോൾ സർഫസിലെ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1/4πε0 Q/R² ആണ്. മാക്സിമം വാല്യൂ ആണ്. അവിടെ നിന്ന് അകന്നു പോകുന്നതിനനുസരിച്ചിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ആ റെഡ് മാർക്കിംഗ് ശ്രദ്ധിക്കുക. അപ്പോൾ അത് രണ്ട് സൈഡിലെയും ഇലക്ട്രിക് ഫീൽഡിന്റെ വേരിയേഷനെ കാണിക്കുന്നതാണ്. തൊട്ട് താഴെ നീല കർവ് കാണിച്ചിരിക്കുന്നത് പൊട്ടൻഷ്യലിന്റെ വേരിയേഷനാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സർഫസിലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1/4πε0 Q/R ആണ്. Q/ക്യാപിറ്റൽ ആണ്. അപ്പൊ ആ പൊട്ടൻഷ്യൽ തന്നെയാണ് ഈ കണ്ടക്ടറിന്റെ ഉള്ളിലുള്ള എല്ലാ പോയിന്റിലും കോൺസ്റ്റന്റ് ആയിട്ടുള്ള പൊട്ടൻഷ്യലാണ്. ആ സർഫസിൽ നിന്ന് അകന്നു പോകുന്നതിനനുസരിച്ചിട്ട് പൊട്ടൻഷ്യൽ കുറയും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഡിസ്റ്റൻസ് ആയിട്ട് വരും. മിഡ് പോയിന്റിൽ നിന്ന് ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു വ്യത്യാസം ശ്രദ്ധിക്കുക. ഇതിനകത്ത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഈച്ച് ആൻഡ് എവരി പോയിന്റിൽ കോൺസ്റ്റന്റ് ആയിരിക്കും, സെയിം പൊട്ടൻഷ്യൽ ആയിരിക്കും. അതല്ലെങ്കിൽ അതൊരു ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് ആയിരിക്കും എന്ന് ചുരുക്കം. ഇവിടെ ഒരു കൺവേർഷൻ ഫാക്ടറിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. കൺവേർഷൻ ഓഫ് ഇലക്ട്രോൺ വോൾട്ട് ഇൻറ്റു ജൂൾ.
ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് എനർജിയുടെ യൂണിറ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ജൂൾ എന്ന് പറയുന്നത് SI യൂണിറ്റ് ആണ്. ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇലക്ട്രോൺ വോൾട്ട് ഈസ് എ സ്മോളർ യൂണിറ്റ് ഓഫ് എനർജി ആൻഡ് ദാറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ എനർജി അക്വയർഡ് ബൈ ആൻ ഇലക്ട്രോൺ when it is accelerated through a potential of 1 volt. 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉപയോഗിച്ച് ഒരു ഇലക്ട്രോണിനെ നമ്മൾ ആക്സലറേറ്റ് ചെയ്താൽ അതിന് എന്തുമാത്രം എനർജി കിട്ടുന്നു, ആ എനർജീനെയാണ് നമ്മൾ 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് വിളിക്കുന്നത്. അതായത് W = Q × V എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിച്ച് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ആണത്. അപ്പോൾ അതിനകത്ത് Q എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആകുമ്പോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് കൊടുക്കുക 1.6 × 10⁻⁻⁹ കൂളംസ് കൊടുക്കുക. V എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അത് 1 വോൾട്ട് കൊണ്ട് ആക്സിലേറ്റ് ചെയ്ത് ഒരു ഇലക്ട്രോണിനെ ആക്സിലേറ്റ് ചെയ്താൽ 1.6 × 10⁻⁹ ജൂൾസ് എന്ന് പറഞ്ഞ് കിട്ടും. അതായത് 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ 1.6 × 10⁻⁻⁹ ജൂൾസ് ആണ് എന്ന് ചുരുക്കം. ഇപ്പോൾ പ്രോബ്ലമൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇലക്ട്രോൺ വോൾട്ടിലാണ് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ, എനർജിയുടെ യൂണിറ്റ് ഇലക്ട്രോൺ വോൾട്ടിലാണ് തന്നിരിക്കുന്നതെങ്കിൽ ജൂൾസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 1.6 × 10⁻⁻⁹ ജൂൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്ന് ചുരുക്കം. അപ്പോൾ ആ കൺവേർഷൻ ഫാക്ടർ ഒന്ന് ശ്രദ്ധിക്കുക. എന്താണ് 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് മനസ്സിലാക്കുക. ഒരു ഇലക്ട്രോണിനെ 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊണ്ട് ആക്സലറേറ്റ് ചെയ്താൽ അതിന് കിട്ടുന്ന കൈനറ്റിക് എനർജിനെയാണ് 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സൂചിപ്പിച്ചാണ് ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. അപ്പോൾ ആ വാക്കിനകത്ത് തന്നെ ഉണ്ട് സർഫസ് ഇൻ വിച്ച് പൊട്ടൻഷ്യൽ റിമെയിൻസ് ദ സെയിം ഈസ് കോൾഡ് അൻ ഇക്വി പൊട്ടൻഷ്യൽ സർഫസ്. ഒരു സർഫസ് നമ്മളെടുത്താൽ സർഫസിലെ ഈച്ച് ആൻഡ് എവറി പോയിന്റിൽ എല്ലാം ഒരേ പൊട്ടൻഷ്യൽ ആണെങ്കിൽ നമ്മൾ അതിനെ ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ കണ്ട ഒരു മെറ്റാലിക് സ്പിയർ എടുക്കുക. അപ്പോൾ മെറ്റാലിക് സ്പിയറിലേക്ക് ചാർജ് കൊടുത്താൽ അതിൻ്റെ എല്ലാ അകത്തുള്ള പോയിന്റിലും സർഫസ് പോയിന്റിലും എല്ലാം ഒരേപോലുള്ള പൊട്ടൻഷ്യൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് എന്ന് വിളിക്കാം. ഇനി അതുപോലെ തന്നെ ഇക്വി പൊട്ടൻഷ്യൽ സർഫസിന് വേറെ എക്സാമ്പിൾ ആണ് ഒരു പോയിന്റ് ചാർജ് അവിടെ എടുത്തിരിക്കുന്നത്. Q എന്ന് പറയുന്ന ഒരു പോയിന്റ് ചാർജ്. ആ പോയിന്റ് ചാർജിനെ സെന്റർ ആക്കിക്കൊണ്ട് കോൺസെൻട്രിക് സ്പിയേഴ്സ് ഇമാജിൻ ചെയ്യുക. ഇപ്പോൾ നീലകൊണ്ട് കാണിച്ചിരിക്കുന്ന കോൺസെൻട്രിക് ആയിട്ടുള്ള സ്പിയേഴ്സ് ആണ്. ആ ഓരോ കോൺസെൻട്രിക് സ്പിയേഴ്സും ഓരോ ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് ആയിരിക്കും. അതെല്ലാം ഒരേ പൊട്ടൻഷ്യൽ ആണെന്നല്ല അർത്ഥം. ഓരോ കോൺസെൻട്രിക് സ്പിയേഴ്സ് എടുത്താൽ ആ സ്പിയേഴ്സിലെ ഈച്ച് ആൻഡ് എവറി പോയിന്റിൽ ഒരേപോലുള്ള പൊട്ടൻഷ്യൽ ആയിരിക്കും. കാരണം ആ സെൻറ്ററിൽ നിന്നുള്ള അകലം അല്ലെങ്കിൽ ആ ഓരോ സ്പിയറിൻ്റെയും റേഡിയസ് കോൺസ്റ്റന്റ് ആണ് ഓരോ സ്പിയറിൻ്റെയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഓരോ സ്പിയറിൻ്റെയും സർഫസിലുള്ള പൊട്ടൻഷ്യൽസിന്റെ വാല്യൂ സെയിം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ആ ഓരോ സ്പിയേഴ്സും ഓരോ ഇക്വി പൊട്ടൻഷ്യൽ സർഫസസ് ആയിരിക്കും എന്ന് ചുരുക്കം. അപ്പോൾ അതുപോലെ ഇക്വി പൊട്ടൻഷ്യൽ സർഫസിന് വേറൊരു എക്സാമ്പിൾ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ് എങ്കിൽ ആ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഈ കാണിച്ചിരിക്കുന്ന രീതിയിൽ റെക്ടാങ്കുലർ ആയിട്ടുള്ള ക്രോസ് സെക്ഷൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സർഫസ് അറ്റ് എവറി പോയിന്റ് of which the potential due to charge distribution is same is called equipotential surface. ഇപ്പോൾ ഫോർ എ യൂണിഫോം ഫീൽഡ് ആ കാണിച്ചിരിക്കുന്ന ഓരോ പ്ലെയിനുകളും ഇപ്പോൾ V1, V2, V3 എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്ന ഓരോ റെക്ടാങ്കുലർ പ്ലെയിനുകളും ഓരോ ഇക്വി പൊട്ടൻഷ്യൽ സർഫസസ് ആണ്. അപ്പോൾ അതുപോലെ ഫോർ എൻ ഐസൊലേറ്റഡ് ചാർജ്, ഇപ്പോൾ ഐസൊലേറ്റഡ് ചാർജിന് കോൺസെൻട്രിക് ആയിട്ടുള്ള സ്പിയേഴ്സ് നമ്മൾ എടുത്താൽ ആ ഓരോ സ്പിയേഴ്സും ഇക്വി പൊട്ടൻഷ്യൽ സർഫസസ് ആയിരിക്കും. ഇക്വി പൊട്ടൻഷ്യൽ സർഫസസിന്റെ പ്രോപ്പർട്ടീസ്, അതിന്റെ പ്രത്യേകതകൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ പൊട്ടൻഷ്യൽ അറ്റ് എവറി പോയിന്റ് ഓഫ് ആൻ ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് ഈസ് സെയിം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനെ ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിനകത്ത് പൊട്ടൻഷ്യൽ ഈച്ച് ആൻഡ് എവറി പോയിന്റിൽ പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് ഡു നോട്ട് ഇന്റർസെക്ട്. ഇക്വി പൊട്ടൻഷ്യൽ സർഫസസ് കൂട്ടിമുട്ടത്തില്ല. കൂട്ടിമുട്ടിയാലുള്ള കുഴപ്പം എന്ന് പറയുന്നത് ആ കൂട്ടിമുട്ടുന്ന പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിൽ ഒന്നിലധികം പൊട്ടൻഷ്യൽസ് വരും. അപ്പോൾ അത് ഇമ്പോസിബിൾ ആണ്. ഇക്വി പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു പൊട്ടൻഷ്യലേ ഒരു സർഫസിൽ പാടുള്ളൂ. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് നോ വർക്ക് ഈസ് റിക്വയർഡ് ടു മൂവ് ആൻ ഇലക്ട്രിക് ചാർജ് ത്രൂ ആൻ ഇക്വി പൊട്ടൻഷ്യൽ സർഫസ്. അപ്പോൾ അതിന് കാരണം എന്ന് പറയുന്നത് ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഓരോ പോയിന്റിലും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല. സെയിം പൊട്ടൻഷ്യൽ ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രം വർക്ക് ചെയ്താൽ മതി. പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണെങ്കിൽ ആ ഇക്വി പൊട്ടൻഷ്യൽ സർഫസിലൂടെ ഒരു ചാർജിനെ മൂവ് ചെയ്യിക്കാൻ വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആയിരിക്കുന്നത് കൊണ്ട് അതിലുള്ള ഏത് പോയിന്റിൽ നിന്നും ഏത് പോയിന്റിലേക്ക് ഒരു ഇക്വി പൊട്ടൻഷ്യൽ സർഫസിലെ ഏത് പോയിന്റിൽ നിന്നും ഏത് പോയിന്റിലേക്ക് ഏത് ചാർജിനെ മൂവ് ചെയ്യിക്കാനായിട്ട് വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ ഇലക്ട്രിക് ഫ്ലക്സ് ലൈൻസ് ആർ ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ ഇക്വി പൊട്ടൻഷ്യൽ സർഫസ്. നമ്മൾ കണ്ടാണ്
ഒരു മെറ്റലിന്റെ സർഫസിൽ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇലക്ട്രിക് ഫ്ലക്സ് ലൈൻസ് പോകുന്നതെന്ന് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഒന്നുകൂടെ പറഞ്ഞിരിക്കുന്നു. നോ വർക്ക് ഈസ് ഡൺ ഇൻ മൂവിംഗ് എ ടെസ്റ്റ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ ഓൺ അൺ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അപ്പോൾ വി ബി എന്ന് പറയുന്നത് എയിലെയും ബിയിലെയും പൊട്ടൻഷ്യൽ ആണെങ്കിൽ വി ബി മൈനസ് വി എ എന്ന് പറയുന്നത് രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് WAB ഡിവൈഡ് ബൈ Q0 ആണ്. Q0 എന്ന് പറയുന്ന ചാർജിനെ AB എന്ന് പറയുന്ന രണ്ട് പോയിന്റുകൾക്കിടയ്ക്ക് മൂവ് ചെയ്യാൻ വേണ്ടി വരുന്ന വർക്കാണ്. എയും ബിയും ഒരേ പൊട്ടൻഷ്യൽ ആണെങ്കിൽ വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. അതായത് WAB ബൈ Q0 എന്ന് പറയുന്നത് 0 ആണ് എന്ന് പറഞ്ഞാൽ WAB എന്ന് പറയുന്നത് 0 ആയിരിക്കും എന്ന് ചുരുക്കം. അതുപോലെ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ എലമെന്റ് DL of the equipotential surface. Since no work is done on the equipotential surface, WAB is equal to integral E dot DL is 0. അതായത് EDL cos theta എന്ന് പറയുന്നത് 0 വരണം. നമുക്കറിയാം E 0 അല്ല, DL 0 അല്ല, അതുകൊണ്ട് cos theta 0 വരണം. cos theta 0 വരണമെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് 90 ആയിരിക്കണം, പെർപെൻഡിക്കുലർ ആയിരിക്കണം എന്ന് ചുരുക്കം. അതുപോലെ equipotential surface indicates region of strong or weak electric fields. Electric field is defined as the negative potential gradient. നമ്മൾ കണ്ടതാണ് E is equal to minus dV by dr എന്ന് നമ്മൾ കണ്ടതാണ്. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. Or we can write dr is equal to minus dV by E. Since dV is a constant for equipotential surface, അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല, ഇക്വിപൊട്ടൻഷ്യൽ സർഫസിനെ സംബന്ധിച്ചിടത്തോളം dV എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ലാത്തത് കൊണ്ട് dr എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് ആണ്. ഇഫ് E is strong, അതായത് സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ dr വാല്യൂ കുറവായിരിക്കും. അതായത് dr will be very small. That means separation of equipotential surfaces will be smaller. അതായത് സ്ട്രോങ് ആയിട്ടുള്ള ഫീൽഡ് ആണെങ്കിൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വളരെ അടുത്തായിരിക്കും കിടക്കുന്നതെന്ന് ചുരുക്കം. ദാറ്റ് മീൻസ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആർ ക്രൗഡഡ് എന്ന് പറഞ്ഞാൽ ദേ ആർ ക്ലോസ്ലി പാക്ഡ് ആൻഡ് വൈസ് വേഴ്സ. അതായത് സ്ട്രെങ്ത് കുറവാണെങ്കിൽ അവ തമ്മിൽ അകന്നിരിക്കുകയും ചെയ്യും. ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് കനോട്ട് ഇന്റർസെക്ട്. അപ്പോൾ അതിന് കാരണം നാം ഓൾറെഡി കണ്ടു കഴിഞ്ഞാണ്. ഈ ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഇന്റർസെക്ട്, then the point of intersection there will be two values of electric potential, which is not possible. അപ്പോൾ അത് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ കണ്ടത് തന്നെയാണ്. അതിന് സമാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഇലക്ട്രിക് ഇക്വിപൊട്ടൻഷ്യൽ സർഫസും ഒരിക്കലും കൂട്ടിമുട്ടത്തില്ല എന്ന് പറയുന്നതിന് കാരണം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് എ സ്കേലർ ക്വാണ്ടിറ്റി, whereas പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. അപ്പോൾ അതും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. The negative sign of potential gradient shows that the rate of change of potential with distance is always against the electric field intensity. ഈ പറയുന്നത് ഒക്കെയാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ പ്രത്യേകതകൾ. അപ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ഒരു 3-4 പ്രോപ്പർട്ടീസ് ഓർത്തിരിക്കുക. അപ്പോൾ അതാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് നമ്മൾ നേരത്തെ ഒന്ന് കണ്ടായിരുന്നു. അതായത് വാനിഷിംഗ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇൻസൈഡ് എ മെറ്റൽ കാവിറ്റി ഈസ് കോൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. അപ്പോൾ അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ പറഞ്ഞു, ഇറ്റ് ഈസ് സേഫ് ടു ബി ഇൻസൈഡ് എ കാർ ദാൻ സിറ്റിംഗ് ഔട്ട്സൈഡ് വൈൽ ലൈറ്റ്നിങ് ഈസ് ഹാപ്പനിങ്. അപ്പോൾ അതിന് കാരണം എന്ന് പറയുന്നത് ലൈറ്റ്നിങ് ഇലക്ട്രിക് ഡിസ്ചാർജ് ആണ്. അപ്പോൾ വരുന്ന ഇലക്ട്രിക് ഡിസ്ചാർജ് മെറ്റാലിക് ബോഡിയിലൂടെ സ്പ്രെഡ് ചെയ്യുന്നു, ഉള്ളിലേക്ക് ചാർജ് പ്രവേശിക്കുന്നില്ല, അല്ലെങ്കിൽ ഉള്ളിലെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് അപ്പുറത്തെ ഫീൽഡും ആയിട്ട് ക്യാൻസൽ ചെയ്തു പോകുന്നു. അപ്പോൾ അതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിച്ചേക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടത് പൊട്ടൻഷ്യൽ എനർജിയെ കുറിച്ചാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഒരു ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്നും ഒരു ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി വരുന്ന വർക്കാണ്. ഇപ്പോൾ Q ചാർജിനെ V പൊട്ടൻഷ്യൽ ഉള്ള സ്ഥലത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ Q × V എന്ന് പറയുന്ന വർക്ക് ചെയ്യണം. അപ്പോൾ അതാണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് അതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ രണ്ട് ചാർജസ് ചേർന്ന ഒരു സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞു. Q1 Q2 എന്ന് പറയുന്ന രണ്ട് ചാർജസിനെ R12 എന്ന് പറയുന്ന അകലത്തിൽ കൊണ്ട് വെക്കണമെങ്കിൽ ആ ചാർജസിനെ ഇൻഫിനിറ്റ് അകലത്തിൽ കിടക്കുന്ന രണ്ട് ചാർജസിനെ മൂവ് ചെയ്യിച്ചു നിശ്ചിത അകലത്തിലേക്ക് കൊണ്ടുവെക്കുക. അപ്പോൾ അതിന് വേണമെന്നുണ്ടെങ്കിൽ ആദ്യമേ Q1 എന്ന് പറയുന്ന ചാർജ് ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്ത് വെക്കുക. Q2 ഇൻഫിനിറ്റിയിലാണെങ്കിൽ Q2നെ മൂവ് ചെയ്യിച്ച് R12 എന്ന് പറയുന്ന അകലത്തിലേക്ക് കൊണ്ടുവെക്കുക. അതിന് വേണ്ടി വരുന്ന വർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. അത് കാൽക്കുലേറ്റ് ചെയ്താൽ 1/4πε0 Q1 Q2/R എന്ന് പറയുന്നത് തന്നെ കിട്ടും. ഇനി അതല്ലെങ്കിൽ Q2 ഫിക്സ് ചെയ്ത് വെച്ചുകൊണ്ട് Q1 ഇൻഫിനിറ്റിയിലാണെന്ന് വിചാരിക്കുക. Q1 എന്ന് പറയുന്നത് നമ്മൾ മൂവ് ചെയ്യിച്ച്
അതിൻ്റെ R12 അകലെ കൊണ്ട് വെച്ചാൽ അതിന് വേണ്ടി വരുന്ന വർക്ക് കാൽക്കുലേറ്റ് ചെയ്താലും അത് 1/4πε0 Q1 Q2/R തന്നെയായിരിക്കും. അപ്പോൾ അതാണ് രണ്ട് ചാർജസ് ചെയ്യാനുള്ള സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ 3 ചാർജസ് അതുപോലെ n ചാർജസ് ചെയ്യാനുള്ള സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. പിന്നെ അതുപോലെ ഈ 2 ചാർജസ് ഒരു എക്സ്റ്റേണൽ ഫീൽഡിലാണ് ഇരിക്കുന്നതെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ അവിടെ 2 ടേമും കൂടെ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ Q1നെ VR1 പൊട്ടൻഷ്യൽ ഉള്ള സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി വരുന്ന വർക്ക് Q × VR1 ആണ്. അതുപോലെ Q2 എന്ന് പറയുന്ന ചാർജിനെ VR2 പൊട്ടൻഷ്യൽ ഉള്ള സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി വരുന്ന വർക്ക് Q2 × VR2. അപ്പോൾ ആ 2 വർക്ക് കൂടെ കൂട്ടുക. മൂന്നാമത്തെ വർക്ക് എന്ന് പറയുന്നത് നമ്മൾ 2 ചാർജസിനെ ഒരു R12 അകലത്തിൽ കൊണ്ടുവെക്കാൻ വേണ്ടി വരുന്ന വർക്കാണ്. അപ്പോൾ ആ 3 വർക്ക് കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ടോട്ടൽ വർക്ക് നമുക്ക് കിട്ടുന്നത് എന്ന് ചുരുക്കം. അപ്പോൾ അത്ര. പിന്നെ നമ്മൾ ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് എന്താണെന്ന് പറഞ്ഞു. അതിൻ്റെ പ്രത്യേകതകൾ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇക്വി പൊട്ടൻഷ്യൽ സർഫസിലൂടെ ഒരു ചാർജിനെ മൂവ് ചെയ്യിക്കാൻ വർക്ക് ചെയ്യേണ്ട കാര്യം ഇല്ല. കാരണം പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല, ഇക്വി പൊട്ടൻഷ്യലാണ്. പിന്നെ അതുപോലെ ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് കൂട്ടിമുട്ടത്തില്ല. ഇക്വി പൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലറായിട്ടാണ് ഇലക്ട്രിക് ഫ്ലക്സ് ലൈൻസ് പോകുന്നത് എന്നൊക്കെയുള്ള പ്രോപ്പർട്ടീസ് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ കേൾക്കുകയും കൃത്യമായിട്ട് നോട്ട്സ് എഴുതി പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുക. തുടർന്നുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.